إن الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ ആജ്ഞകൾക്ക് കീഴ്പ്പെട്ട് ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരായി, ദാസിമാരായി ജീവിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യൗമുൽ ജുമുഅയിലെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവേ, നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങളിതാ ഒരുമിച്ച് കൂടിയിരിക്കുക. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും അവരുടെ അടിച്ചമർത്തലുകളിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ധീര ദേശാഭിമാനികളായ ധാരാളം മുസ്ലിങ്ങളുണ്ടായി.
അവരെയൊക്കെ മിക്കവരെയും അവർ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ധീര ദേശാഭിമാനികളായ മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ അവരുടെ ഖബറിടം വിശാലമാക്കുകയും ഖബറിടത്തിൽ വെളിച്ചം നൽകി അനുഗ്രഹിക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് 3 തരം ജീവിതങ്ങളാണുള്ളത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം. 2, ഇനി നമുക്ക് ജീവിക്കാനുള്ള ബർസഖി ജീവിതം അഥവാ ഖബർ ജീവിതം. 3, അതും കഴിഞ്ഞ് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി നന്മ തിന്മകൾ വിചാരണ ചെയ്ത ശേഷം ആരംഭിക്കുന്ന ജീവിതം. ഇങ്ങനെ 3 ജീവിതങ്ങളെ അഭിമുഖീകരിക്കാനുള്ളവരാണ് നമ്മൾ. ഈ 3 ജീവിതങ്ങളിലും വിജയം വരിക്കണമെങ്കിൽ അള്ളാഹുവും റസൂലും പറഞ്ഞത് കേട്ട് വിശ്വാസത്തോടെ, യഖീനോടെ, തവക്കലിലൂടെ ജീവിച്ചാൽ മാത്രമേ ഈ 3 ലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഈ ജീവിതം കഴിഞ്ഞാൽ, ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ആരംഭിക്കുന്നത് ബർസഖിലെ ജീവിതമാണ്, ഖബർ ജീവിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട്, തന്റെ അനുചരരോട് എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, തഅബ്ബദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങൾ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന 2ാമത്തെ ജീവിതമാണ് ഖബർ എന്ന ജീവിതം. അത് നിങ്ങൾ ഒറ്റക്കായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ദുനിയാവിൽ നിങ്ങൾക്ക് ധാരാളം കൂട്ടുകാരന്മാരുണ്ട്, പക്ഷേ ഖബറിൽ ആരും ഉണ്ടാകില്ല. കുടുംബക്കാരോ ബന്ധുജനങ്ങളോ നിങ്ങളുടെ ഭാര്യമാരോ മക്കളോ ആരും ഉണ്ടാകില്ല. അവിടെ നിങ്ങൾ ഒറ്റക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഖബർ ജീവിതത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ, ആ ഖബറിൽ എത്തിപ്പെടുമ്പോൾ അവിടെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വെളിച്ചവും ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യണമെന്ന് സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒന്നാകെ അല്ലാഹുമ്മ ഇന്നി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞങ്ങൾ ഇതാ രക്ഷ ചോദിക്കുന്നു. പടച്ചവനെ, നിന്നെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ്, പരലോകത്ത് പടച്ചവനെ നിന്നെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ആ ബർസഖ് എന്ന് പറഞ്ഞാൽ മറയെന്ന, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഒരു മറയത്താണുള്ളത്. അതുകൊണ്ടാണ് ആ ജീവിതത്തിന് ബർസഖി ജീവിതം, ഖബർ ജീവിതം എന്നൊക്കെ പേര് വരാനുണ്ടായ കാരണം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥ നന്നാകണമെങ്കിൽ ഈ ദുനിയാവിൽ പരിശ്രമിച്ചേ പറ്റും. ബഹുമാന്യ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചയാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുന്നൂറൈനി എന്നൊരു അപരനാമം കൊടുത്തിട്ടുണ്ട്. 2 പ്രകാശത്തിന്റെ ആൾ, 2 വെട്ടത്തിന്റെ ആൾ. കാരണം ഒരു മോളെ കല്യാണം കഴിച്ച് ആ മോൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ 2ാമത്തെ മോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധിയും ഈമാനിക ആവേശവും ദീനിനോടുള്ള അമിതമായ താല്പര്യവും പരിഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ മോളെയും അദ്ദേഹത്തിന്റെ കല്യാണം കഴിച്ചു. അങ്ങനെ ഉമ്മു കുൽസൂം, റുഖിയ്യ എന്നീ 2 പെൺമക്കളെ, നബിയുടെ 2 പെൺമക്കളെ അദ്ദേഹം വിവാഹം കഴിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് ലഭിച്ചത്? ദുന്നൂറൈനി, 2 വെട്ടം, 2 പ്രകാശത്തിന്റെ ആൾ. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുമ്പോഴൊക്കെ, ഖബറിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഭയങ്കരമായി ഇരുന്ന് കരയുമായിരുന്നു. ആ ഖുതുബ സദസ്സിൽ തന്നെ ഇരുന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു സഹാബാക്കൾ, ഇത് കണ്ടിട്ട് സഹാബാക്കൾ ചോദിച്ചു, സ്വർഗത്തെ കുറിച്ചോ
നരകത്തെ കുറിച്ചോ പറയുന്നതിനേക്കാൾ നിങ്ങൾ പേടി തോന്നുന്നത് ഖബറിനെ കുറിച്ച് പറയുമ്പോഴാണല്ലോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി അനുഭവപ്പെടുന്നത് ഖബറിനെ കുറിച്ച് പറയുമ്പോഴാണല്ലോ. എന്തിനാണ് ഉസ്മാനെ ഈ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴേ, ബർസഖി ജീവിതത്തെ പറ്റി കേൾക്കുമ്പോഴേ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകി താടിയിലേക്ക് ഒലിച്ചിറങ്ങുന്നത് എന്തുകൊണ്ടാണ് ഉസ്മാനെ? ഫഖാൽ, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ, തീർച്ചയായും ഖബർ എന്നുള്ളത് അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ എന്റെ വീടാണ്. ഞാൻ താമസിക്കാനുള്ള, മരിച്ചു കഴിഞ്ഞാൽ താമസിക്കാനുള്ള എന്റെ ആദ്യത്തെ വീടാണ് ഖബർ. ഖബറിനത്തിൽ പോയിട്ടില്ലയോ? മറമാടുന്നത് കണ്ടിട്ടില്ലയോ? മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് കണ്ടിട്ടില്ലയോ? ഒന്ന് തിരിഞ്ഞോ മറിയാനോ തിരിയാനോ ഉള്ള സ്ഥലം പോലും ആ ലഹദിൽ, ആ കാണുന്ന ആരുടെ മണ്ണിനുണ്ടാകില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ ഖബ്ർ, തീർച്ചയായും ഖബർ എന്നുള്ളത് അവ്വലു മനാസിലിൽ ആഖിറ, നാളെ പരലോകത്തിലേക്കുള്ള ആദ്യത്തെ എന്റെ വീടാണ്. മരണാനന്തര ജീവിതത്തിലെ ആദ്യത്തെ എന്റെ ഭവനമാണ്. അവിടെയും അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത് മൻസിൽ എന്നാണ്. മൻസിൽ, ഈ നാടിലുള്ള വീടിനും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മൻസിൽ എന്ന പേരാണ്. ഖബറിലെ വീടിനും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് പേര് മൻസിൽ എന്ന് തന്നെയാണ്. അവ്വലു മൻസിലിൽ മനാസിലിൽ ആഖിറ, നാളെ പരലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ് എന്റെ ഖബർ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇൻ നജാ മിൻഹു, ഞാൻ ആ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, എന്റെ ബർസഖി ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഫമാ ബഅദഹു ഐസറു മിൻ, അതിനുശേഷം ഉണ്ടാകുന്നതെല്ലാം എനിക്ക് എളുപ്പമായി തീരും. എന്റെ റിസൾട്ട് എന്റെ ബർസഖി ജീവിതത്തിൽ എനിക്ക് അറിയാൻ പറ്റും. നാളെ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ ഞാൻ നന്മയിൽ അധിഷ്ഠിതമായ സ്വർഗത്തിലേക്കാണോ പോകുന്നത്, നരകത്തിലേക്കാണോ പോകുന്നത് എന്നത് ഈ ഖബറിൽ വെച്ച് എനിക്ക് അറിയാൻ പറ്റും. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയുടെ വാക്കെടുത്ത് പറയുന്നത്, ഫഇൻ നജാ മിൻഹു, ആരെങ്കിലും ഖബർ ജീവിതത്തിൽ ബർസഖി ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ, ഫമാ ബഅദഹു ഐസറു മിൻഹു, അതിനുശേഷം അദ്ദേഹം അഭിമുഖീകരിക്കാനുള്ള എല്ലാ കാര്യവും അദ്ദേഹത്തിന് എളുപ്പമായി തീരും. വഇല്ലം യൻജു മിൻഹു, ആ ഖബർ ജീവിതത്തിൽ അദ്ദേഹം രക്ഷപ്പെടുന്നില്ല എങ്കിൽ, ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് അതിനേക്കാൾ കഠിനകഠോരമായ കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് എവിടെ എത്തുമ്പോഴേ അറിയാം, നമുക്ക് ഖബറിൽ എത്തുമ്പോഴേ അറിയാം. നമ്മുടെ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് ഖബറിൽ ചെല്ലുമ്പോഴേ അറിയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻഹു, എന്നെ കാണിച്ച അല്ലാഹു എനിക്ക് പല കാഴ്ചകളും കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പേടി തോന്നിയത് ഖബറിലെ ശിക്ഷയുടെ കാഴ്ചയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുക, എനിക്ക് ഏറ്റവും പേടി തോന്നിയത് ഖബറിലെ ശിക്ഷയെ, ബർസഖിലെ ജീവിതത്തിലെ ശിക്ഷയെ കാണിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിയത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഉരിദ അലൈഹി മഖ്അദഹു ബിൽ ഖദാത്തി വൽ അശിയി, മരണപ്പെട്ട ഖബറിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് രാവിലെയും വൈകിട്ടും അദ്ദേഹം എത്തിപ്പെടാനുള്ള സ്ഥാനം അല്ലാഹു കാണിച്ചു കൊടുക്കും. ഖബറിലേക്ക് നീ എവിടെയാണ്, ഈ ബർസഖി ജീവിതം കഴിഞ്ഞ് എത്തിപ്പെടാനുള്ള സ്ഥലം എവിടെയാണ് എന്ന് രാവിലെയും വൈകിട്ടും അല്ലാഹു അദ്ദേഹത്തിന് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കും. ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളാണ് എങ്കിൽ, ഫമിൻ അഹ്ലിൽ ജന്ന, അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസി, സ്വർഗ്ഗം കാണിച്ചു കൊടുക്കും. സ്വർഗ്ഗത്തിന്റെ പരിമളം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒരു കിളിവാതിൽ തുറന്നിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കും. ഖബറിൽ ഒരു ചെറിയ കിളിവാതിൽ തുറക്കും. എന്നിട്ട് ആ കിളിവാതിലൂടെ സ്വർഗത്തിന്റെ പരിമളം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പറയും, നീ എത്തിപ്പെടാനുള്ള ലോകം ഇതാ അഹ്ലുൽ ജന്നയിൽപ്പെട്ടതാണ്. രാവിലെയും വൈകുന്നേരവും അത് കണ്ട് ആശ്വാസത്തോടെ അദ്ദേഹത്തിന് ആ ബർസഖിൽ കഴിഞ്ഞുകൂടാൻ പറ്റും. ഈ ഖബറിൽ എത്തിപ്പെട്ടയാൾ നരകത്തിലേക്ക് എത്തിപ്പെടേണ്ടയാളാണ് എങ്കിൽ, അദ്ദേഹം അവിടെ ആ നരകമായിരിക്കും രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തോട് പറയപ്പെടും, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിന്നെ കൊണ്ടുവരുമ്പോൾ
നിനക്കുള്ള ഇരിപ്പിടമാണോ ഇത്? നിനക്കുള്ള താമസ സ്ഥലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഈ കബറാളിക്ക് ഖബറിലേക്ക് നരകത്തെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിച്ചു. ഒരാൾ മോശക്കാരനായാണ് ജീവിച്ചതെങ്കിൽ, താൻ തോന്നിയാണ് ജീവിച്ചതെങ്കിൽ, അള്ളാഹുവിനെ മറന്നാണ് ജീവിച്ചതെങ്കിൽ, അള്ളാഹു റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അള്ളാഹു തന്നെയാണ് സത്യം. ഇന്നഹു യുസല്ലത്തു അലൈഹി 99 തിന്നീനൻ, അങ്ങനെയുള്ള കബറാളികൾക്ക് 99 തിന്നീനിനെ അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. ഖബറിൽ 99 തിന്നീനിനെ അള്ളാഹു അവന്റെ ഖബറിലേക്ക് ഏർപ്പെടുത്തി കൊടുക്കും. അള്ളാഹു റസൂൽ ചോദിച്ചു, തിന്നീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? കാരണം അതൊരു പുതിയ വേടാണ്, സഹാബാക്കൾ ഇന്നേവരെ കേൾക്കാത്ത ഒരു വേടാണ്. ഈ തിന്നീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അപ്പോൾ അവർ പറഞ്ഞു, സഹാബാക്കൾ പറഞ്ഞു, ലാ നദ്രി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല അല്ലാഹു റസൂലേ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേർഡ്, ഒരു പദം ഞങ്ങൾ കേൾക്കുന്നത്, തിന്നീൻ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, വാഹിദു തിന്നീൻ, ഒരു തിന്നീൻ എന്ന് പറഞ്ഞാൽ, വാഹിദു തിന്നീൻ, ഒരു തിന്നീൻ എന്ന് പറഞ്ഞാൽ 70 ഹയ്യ, 70 പാമ്പിന്റെ ജമാഅത്ത്, കൂട്ടമാണ്. ഒരു തിന്നീൻ 70 പാമ്പിന്റെ 70 വിഷപ്പാമ്പുകളുടെ ജമാഅത്തിനാണ് ഒരു തിന്നീൻ എന്ന് പറയുക. അതുപോലെ 99 തിന്നീൻ അവന്റെ ബർസഖി ജീവിതത്തിലേക്ക് അല്ലാഹു ഇറക്കിവിടും. എന്റെ സഹോദരങ്ങളെ, 99 തിന്നീൻ, 99 ഗുണം 70 എത്രയുണ്ടാവും സഹോദരങ്ങളെ? എത്രയുണ്ടാവും? അങ്ങനെ 99 തിന്നീനിനെ അവന്റെ ഖബറിലേക്ക് അല്ലാഹു ഇറക്കിവിടും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ടിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, കൗതുകത്തോടെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അതുറത്തു അലൈനാ ഉഖൂലനാ യാ റസൂലല്ലാഹ്, ഈ ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ബോധവും ബുദ്ധിയും അല്ലാഹു തിരിച്ചു തരുമോ? ഈ ദുനിയാവിലെ പോലെ ഉള്ള ബോധവും ബുദ്ധിയും ഞങ്ങൾക്ക് ഉണ്ടാകുമോ? ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ അപ്രകാരമായിരിക്കുമോ ഞങ്ങൾ ഖബറിലും? അതോ കേവലം ഒരു സ്വപ്നം മാതിരി ആയിരിക്കുമോ ഇത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം കഹൈഅതികുൽ യൗം, ദുനിയാവിൽ നിങ്ങൾ എപ്രകാരമാണോ ജീവിച്ചിരിക്കുന്നത്, അപ്പോൾ ഒരു പാമ്പിന്റെ കടി കൊണ്ടാൽ എന്ത് വേദനയാണോ, അപ്പോൾ ഒരു പേപ്പട്ടിയുടെ കടി കൊണ്ടാൽ എന്ത് വേദനയാണോ, അപ്പോൾ ഒരു കാലിൽ മുള്ളു തറച്ചാൽ എന്ത് വേദനയാണോ, അതേ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഖബറിൽ. 99 തിന്നീനുകൾ നിങ്ങളെ വലയം ചെയ്യും. ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ, അധർമ്മത്തിലും അക്രമത്തിലും താന്തോന്നിത്തത്തിലും ജീവിതം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന ഈ ആൾക്കാർക്ക് അള്ളാഹു ഖബറിൽ ഇറക്കി കൊടുക്കുന്ന ശിക്ഷയാണിത്. വെറുതെയാണോ 5 വഖ്ത് നമസ്കാരങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുന്നത്? എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 5 വഖ്ത് നമസ്കാരങ്ങൾക്കും സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് അല്ലാഹു നിർബന്ധപൂർവ്വം പറയിപ്പിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്ന് പഠിച്ചവനെ നിന്നോട് ഞാൻ രക്ഷയോടിക്കുന്നു. വമിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്നും പഠിച്ചവനെ ഞാൻ നിന്നോട് രക്ഷയോടിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയ, ഈ ജീവിച്ചിരിക്കുമ്പോഴുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പഠിച്ചവനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി, മരണ സമയത്ത് സക്കറാത്തിൽ കിടക്കുമ്പോഴുള്ള അനുഭവങ്ങളിൽ നിന്നും, മോശമായ അനുഭവങ്ങളിൽ നിന്നും പഠിച്ചവനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോഴുള്ള പരീക്ഷണങ്ങളിൽ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. സക്കറാത്തുൽ മൗത്തിൽ ഞാൻ കിടക്കുമ്പോൾ ഞാൻ അനുഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ തിക്ത ഫലങ്ങളിൽ നിന്നും പഠിച്ചവനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. നാളെ മസീഹ് ദജ്ജാൽ വരുമ്പോഴുള്ള അവന്റെ പരീക്ഷണങ്ങളിൽ നിന്നും പഠിച്ചവനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഈ കാര്യം എല്ലാ വഖത്തിലും എല്ലാ നമസ്കാരങ്ങൾക്കും സലാം വീട്ടുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും പറയുന്ന പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. അപ്പോൾ ഖബർ ശിക്ഷ എത്ര ഗൗരവമുള്ളതായിരിക്കും, അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾക്കത് ഈ ശിക്ഷ ബോധ്യമാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. നമ്മളെ ഖബറിലേക്ക് കൊണ്ടേ വെച്ച് കഴിയുമ്പോൾ അവിടെ ചുറ്റും കൂടിയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ,
നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ പരിചയക്കാർ നമ്മുടെ ഖബറിന് ചുറ്റും കൂടി നിൽക്കും. മയ്യത്ത് അങ്ങോട്ട് ഇറക്കി വെച്ച് ആ മയ്യത്തിന്റെ മൂടി പലക അങ്ങോട്ട് വെച്ച് ഓരോരുത്തരും 3 പിടി മണ്ണ് വാരി നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ ഇടും. ആ ഖബറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, എന്റെ ബാപ്പയെ, എന്റെ സഹോദരനെ, എന്റെ ഉമ്മയെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, മലക്കുകൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ നീ ഉറപ്പിച്ചു നിർത്തണം റബ്ബേ. ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. ഈ കൂടി നിൽക്കുന്ന എത്ര ജനങ്ങളുണ്ടെങ്കിലും, എത്ര ആയിരം പേര് ആ ഖബറിന്റെ ചുറ്റുമുണ്ടെങ്കിലും അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടി. അല്ലാഹുവേ എന്റെ വാപ്പയെ ചോദ്യം ചെയ്യുമ്പോൾ, എന്റെ ഉമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ, എന്റെ മകനെ ചോദ്യം ചെയ്യുമ്പോൾ അവനെ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുവേ, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം, നീ അയക്കുന്ന മലക്കുകളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ റബ്ബേ. നീ 2 മലക്കുകളെ ഖബറിലേക്ക് അയക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചത്. ആ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്റെ വാപ്പച്ചിക്ക് തോന്നിപ്പിച്ചു കൊടുക്കണേ, എന്റെ മകന് തോന്നിപ്പിച്ചു കൊടുക്കണേ, എന്റെ വൈഫിന് തോന്നിപ്പിച്ചു കൊടുക്കണേ, എന്റെ ഉമ്മച്ചിക്ക് തോന്നിപ്പിച്ചു കൊടുക്കണേ. എന്റെ ഉമ്മയുടെ ഖബറിന്റെ ഈ പാർശ്വഭിത്തിയെ അവരുടെ ശരീരത്തെ തട്ടി ആ ശരീരത്ത് ഉറങ്ങിപ്പോകാത്ത രൂപത്തിൽ അതിനെ വിശാലമാക്കണേ. 2 പാർശ്വഭിത്തികളെ പ്രാർത്ഥിക്കുക. രണ്ട് പാർശ്വഭിത്തികളെയും നീ വിശാലമാക്കി ആ കബറിടം വിശാലമാക്കി കൊടുക്കണേ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉമ്മാനെ കബറിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക, മകനെ കബറിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക, സഹോദരനെ കബറിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം അവസാനം 4 or 5 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അദ്ദേഹത്തോട് കാരുണ്യം കാണിക്കണേ പഠിച്ചവൻ, കാരുണ്യം കാണിക്കണേ. എല്ലാ പേടിയിൽ നിന്നും, എല്ലാ വെപ്രാളത്തിൽ നിന്നും എന്റെ വാപ്പിയെ കാത്തുകൊള്ളണേ പഠിച്ചവൻ, എന്റെ ഉമ്മിയെ കാത്തുകൊള്ളണേ പഠിച്ചവൻ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കേൾക്കാം. ആ ഖബർ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം, അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം. എല്ലാവരും എത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ നിൽക്കാൻ സ്ഥലമില്ലാതെ ആൾക്കാർ പ്രശംസിച്ചതാണ്. അപ്പൊ മാക്സിമം അടുത്ത് നിന്ന് എല്ലാവരും സഹകരിക്കണം. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായി, രോഗങ്ങളിൽ നിന്ന് കൂടിയിട്ട് ചില ആൾക്കാർക്ക് നമസ്കരിക്കാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഓർമ്മിക്കാൻ കഴിയില്ല, ഞാൻ തന്നെ മറന്നുപോയി. അതുകൊണ്ട് ഓർമ്മിക്കുകയാണ്, മാക്സിമം അടുത്ത് നിന്ന് എല്ലാവരും സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റശദാ. സഹോദരങ്ങളെ, ഇപ്പോൾ ജുമാക്ക് മുമ്പ് നമ്മളെല്ലാവരും ഓതി മടക്കി വെച്ച സൂറത്തുൽ കഹ്ഫിലെ കഹ്ഫ് സൂറത്തിലെ 22-ാമത്തെയും 23-ാമത്തെയും ആയത്ത്. ഫലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. നീ ഒരു കാര്യത്തെ പറ്റി നാളെ ഞാൻ അത് ഉറപ്പായും ചെയ്യും എന്ന് നിന്റെ നാവുകൊണ്ട് പറയരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന് പറയാതെ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. ജുമാ കഴിഞ്ഞിട്ട് കാണാം, ആർക്കുറപ്പുണ്ട്? ഞാനൊരാളോട് പറയാം, ജുമാ കഴിഞ്ഞിട്ട് കാണാം, അവിടെ ഞാൻ ഇൻഷാ അല്ലാഹ് പറയുന്നില്ല. ഞാൻ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് മരിച്ചു വീണാൽ ഞാൻ ആ പറഞ്ഞ വാക്ക് എന്തായിത്തീരും? അല്ലാഹ് പറയുന്നു, തൊട്ടടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ നാളെ ഞാൻ ഇന്നത് ചെയ്യാമെന്ന് ഉറപ്പിച്ച് ആരും പറയരുത്. ഇല്ല അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ അല്ലാതെ
അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ വദ്കുർ റബ്ബക ഇദാ നസീത, നീ മറന്നുപോയാൽ ഓർക്കുമ്പോൾ പഠിച്ചവനെ ഓർക്കണം. ഇൻഷാ അല്ലാഹ് അപ്പൊ പറഞ്ഞു. ഒരു സഹോദരനോട് വർത്താനം പറയാം, അസറിന് കാണാൻ കേട്ടോ, അല്ലെ മകരവിന് കാണാൻ കേട്ടോ, നീ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കുമ്പോൾ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ്. അയാൾ തൊട്ടടുത്തില്ലെങ്കിലും പറഞ്ഞേക്കണം, ഇൻഷാ അല്ലാഹ് ഞാൻ മറന്നുപോയി പഠിച്ചവനെ. അതും പറഞ്ഞു അല്ലാഹു. മറക്കുകയാണെങ്കിൽ ഓർക്കുമ്പോൾ നീ പറയണം. ഇതിനേക്കാൾ നല്ലൊരു മാർഗത്തിലേക്ക് എന്റെ റബ്ബ് എന്നെ വഴികാണിച്ചു തന്നേക്കാം. ആയത് അവസാനിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹും മാഷാ അല്ലാഹും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് തൊട്ടടുത്ത മണിക്കൂറിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ് എപ്പോഴാ പറയണം? ഒരാളോട് പറയും, എനിക്കൊരു കുഞ്ഞുണ്ടായി, മാഷാ അല്ലാഹ്. എന്റെ മകൻ അവൻ IAS കിട്ടി, മാഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള വാർത്ത കേൾക്കൂലേ? ഞാനൊരു വീട് വെച്ചു, ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ആഴ്ച താമസിക്കുക, മാഷാ അല്ലാഹ്. അത് കേൾക്കുന്നയാൾക്ക് പറയണം, മാഷാ അല്ലാഹ്. ഏത് നല്ല സന്തോഷ വർത്താനം കേട്ടാലും ഉടൻ പറയേണ്ട വാക്ക് എന്താണ്? മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഇതൊക്കെ അല്ലാഹ് ഉദ്ദേശിച്ച് നിനക്ക് നൽകിയതാണ്. ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് പറയേണ്ടത്? നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂർ നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്ന് പറയണം, ഇൻഷാ അല്ലാഹ്. പറയേണ്ടതിന്റെ വ്യത്യാസം മനസ്സിലായി? ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ വയനാട്ടിൽ ധാരാളം സഹോദരങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു, കൃഷിയിടം നഷ്ടപ്പെട്ടു, ഒന്നും ഇല്ലാത്ത രൂപത്തിൽ എല്ലാം തുടച്ചെടുക്കപ്പെട്ടു. പഠിച്ചവനെ അവർക്ക് നല്ല താമസം നൽകി, നല്ല താമസ സ്ഥലം നൽകി, നല്ല വീടുകൾ നൽകി. അവർക്ക് മരിച്ചുപോയ മക്കളെക്കാൾ ഉന്നതരായ മക്കളെ നൽകി, മരിച്ചുപോയ മറ്റുള്ളവരെക്കാൾ ഉന്നതരായ മനുഷ്യരെ നൽകി. അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവനെ, ഫലസ്തീനിൽ ധാരാളം കൊച്ചുമക്കൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾക്ക് പോകുന്നു, ആശുപത്രികൾക്ക് പോകുന്നു, മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ജൂതന്മാർ ആ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുകൊടുക്കുന്നു. പഠിച്ചവനെ, അള്ളാഹുവെ, ഈ കിരാതന്മാരായ ജൂതന്മാരിൽ നിന്നും ആ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ധീരദേശാഭിമാനികളായ ധാരാളം മനുഷ്യർ, അവരൊക്കെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മൂട്ടുകൾക്കടിയിൽപ്പെട്ട് എരിഞ്ഞമർന്ന് മരണപ്പെട്ടവരാണ്, ഷഹീദായി പോയവർ. പഠിച്ചവനെ, അങ്ങനെയുള്ള മനുഷ്യർക്ക് അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം. അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അവരുടെ എല്ലാ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا